കൊടിവെച്ച കാറ്. അരി വെക്കാൻ നോക്കണേ കൊടി വെച്ച കാര്യം പോകാൻ വേണ്ടി. ഇവിടെ നിൽക്കുന്നില്ല ഇവിടെ പരിപാടിക്ക് പോകത്തില്ല. ഈ പരിപാടിക്ക് ഇവിടെ നിൽക്കുന്നില്ല നേതാവായിട്ട് മാറ്റി. എന്റെ പൊന്നെണ്ണ അണ്ണൻ ഇതിന്റെ നല്ല കാര്യങ്ങൾ അറിയാൻ വയ്യാത്തോണ്ടാ സമ്മതിക്കുന്നു. എന്താടി അണ്ണാ അണ്ണനൊന്ന് മൂളിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. മൂളി സമ്മതിക്കുക. അണ്ണ മൂളി അങ്ങനെ മൂളി നല്ലത്. അങ്ങനെ മൂളി നല്ലത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ ചേച്ചി ജയിച്ചാൽ പഞ്ചായത്ത്, അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത്, അത് കഴിഞ്ഞ് നിയമസഭ, അത് കഴിഞ്ഞ് എന്തായിരുന്നു നിയമസഭ, രാജ്യസഭ, ലോകസഭ. കൊടിവച്ച കാറി കിടന്ന് പാറും ചേച്ചി അങ്ങോട്ട്. അങ്ങനെ പാറണ്ട. എന്റെ പെണ്ണ് പോലെ വിടാൻ പറ്റത്തില്ല. നീ പോകുന്നുമില്ല ഇവിടുന്ന്. സുഗുണ ഒരു കാര്യം മനസ്സിലാക്കാം. സ്ത്രീ ഉന്നമനത്തിന്റെ രക്ഷയ്ക്കായി, സ്ത്രീയുടെ പീഡനങ്ങൾക്ക് എതിരായി, ഈ ഭർത്താക്കന്മാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി സ്ത്രീയെ അടുക്കളയിൽ മാത്രം അടച്ചിട്ടിരിക്കുന്ന സ്ത്രീയെ ഞാൻ മുന്നിൽ നിർത്തി അരങ്ങിലേക്ക് എത്തിച്ച് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാസ്വാതന്ത്ര്യ രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കാൻ ഈ ഈ ഈ ഈ ഈ സുഹാസിനി ഇന്ന് തയ്യാറായി കഴിഞ്ഞു. രോമൻ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്നു. സോമനല്ലത് രോമൻ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്നു. ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അണ്ണാ അതിനെന്തിനാ പേടിക്കുന്നത്? ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ കൂടെ അണിയില്ലേ, ഞാൻ ഉൾപ്പെടുന്ന അണികളുണ്ടല്ലോ. ചേച്ചി ഒന്നും വിഷമിക്കണ്ട. 24 മണിക്കൂറും ചേച്ചിയുടെ പുറകെ ഞാനുണ്ടാവും. രാവും പകലും ഒന്നില്ലാതെ കൂടെ ഞാനുണ്ടാവും. ഞാനോ അണ്ണൻ വീട്ടിൽ കിടന്ന് തീറ്റയും കുടിയായിട്ടൊക്കെ കിടന്നു. കേട്ടോ, നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങളുടെ ആവശ്യം നീ പോകത്തില്ല. എനിക്കത് കാണണം. നീ പോകത്തില്ലെന്ന് പറഞ്ഞല്ലോ. നീ പോകത്തില്ല. നീ നിൽക്കത്തില്ലടി. 2 ദിവസം കൂടെ ഉള്ള ചേച്ചിയുടെ കത്രിക കൊടുക്കണമെന്ന്. കത്രിക എവിടെ കൊണ്ടുവന്ന്? മറ്റേ നാമസങ്കീർത്തന കത്രിക. ഏത് അമ്പലത്തില്? അമ്പലത്തിലല്ല, നമ്മൾ ഈ ഇലക്ഷൻ ഇരിക്കുമ്പോ കളക്ടർക്ക് ഒരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കില്ല നമ്മള്. നീ എന്താ പറഞ്ഞ? നാമസങ്കീർത്തന കത്രിക. 5 കൊല്ലം കൊണ്ട് നീ ഇവിടെ ഒന്നും ഉണ്ടാക്കാത്ത കാര്യം എനിക്ക് ഇപ്പഴാ പിടികിട്ടിയത്. എന്താണ് നാമസങ്കീർത്തന കത്രികതല്ല, പിന്നെ നാമനിർദ്ദേശ പത്രിക വേണം പറയാറുണ്ട്. ഞാൻ 5 കൊല്ലം മുമ്പ് കൊടുത്തല്ല, മറന്നുപോയി. അതാ പറഞ്ഞത്. നീ സംസാരിക്കാത്ത നീ ഇയാൾ എന്തോ സംസാരിക്കും. ഇയാളോട് വായിട്ടടിച്ചിട്ട് കാര്യമില്ല. നീ നിക്കുന്നില്ലെന്ന് ഞാനാ പറഞ്ഞത്. നിങ്ങൾ ആരാ എന്റെ പണത്താവ്? അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യ സ്ത്രീകൾക്കുണ്ട്. ഞാൻ നിൽക്കൂന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കും. നീ നിൽക്കുന്നില്ല, ഇവിടെ നിർത്തത്തില്ല. എന്നാ ഞാൻ തുടങ്ങി വെച്ച കുറെ പദ്ധതികളുണ്ട്. അതൊക്കെ പൂർത്തിയാക്കാൻ ചേച്ചിയുടെ സഹായം വേണം. മാത്രമല്ല അതുകൊണ്ട് അവിടുത്തെ അരുവിയില്ലേ, അരുവിയില്ലേ, ആ അരുവിയില്ലേ, നമ്മുടെ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന അരുവി, അവിടത്തേക്ക് ആ കാടും പടലും എല്ലാം വെട്ടി കളഞ്ഞിട്ട് ടൂറിസം തുടങ്ങാനാണ് എന്റെ പരിപാടി. തുടങ്ങുന്നു. കാടും പടലും എല്ലാം വെട്ടി. കാട് വെട്ടിക്കളയല്ലോടാ. ഞങ്ങൾ ഇവിടെ നാട്ടിലുള്ള ചെറുപ്പക്കാരല്ല അവിടെ ടൂറിസത്തിന് പോകുന്നത്. നിങ്ങൾ എന്താ വർത്താനം പറഞ്ഞത്? ടൂറിസം എന്ന് പറഞ്ഞാൽ വിദേശികളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള പദ്ധതി അവിടെ തുടങ്ങുവാനാ പറഞ്ഞത്. വിദേശികളെന്ന് പറയുമ്പോൾ വിദേശികളെന്ന് പറഞ്ഞാൽ സായിപ്പ് മദാമയൊക്കെ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നാട്ടുകാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ അതേ സായിപ്പ് മദാമ വരുന്ന നല്ലല്ലേ അത്? വേണ്ട വേണ്ട വേണ്ട. അത് അവരുടെ തുണിയില്ലാത്ത ആട്ടം ഒന്നും ഇവിടെ കാണിക്കണം. അയ്യോ, അത് അവരുടെ നെയ്ച്ചോറിന്റെ ഭാഗം വന്നത്. നെയ്ച്ചോറോ? മറ്റേ അവരുടെ പാരമ്പര്യമില്ല തുടരുന്ന സംഭവം. അതിന്റെ ഭാഗം അതിനെ മോശമായിട്ട് കാണരുത്. അതിനെ കൊണ്ടുവരുമോ? അതൊന്നും വേണ്ട. നമ്മുടെ ചേച്ചിയെ വിടണ. നീ നമുക്ക് പോകാൻ പറ്റത്തില്ല സുഗുണ. നമുക്കങ്ങ് പോയേക്കാം. എങ്ങോട്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് സൗണ്ട് എടുപ്പിക്കരുത്. ഞാൻ പറഞ്ഞു കേട്ടോ. എന്നെ ബഹളം വെച്ച് കഴിഞ്ഞാ എന്ത് നോക്കുന്നു? ഇത് നീ ആകുന്നില്ല. ഞാൻ നിൽക്കും. നിക്കത്തില്ല. നിൽക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാ ഒരു സൈലൻസർ വെച്ച് വഴക്ക് കേൾക്കുന്നേ. നീ പോകുന്നില്ല. നിങ്ങളുടെ സമ്മതം വേണ്ട, ഞാൻ പോകും. നീ നേതാവാകത്തില്ല. നീ ഇവിടെ നേതാവാക്കാൻ പറ്റത്തില്ല. എനിക്ക് വയ്യ. വലിക്കാൻ നിൽക്കരുത്. നീ നേതാവാകും. നിന്നെ നേതാവാൻ വിടത്തില്ല. പറഞ്ഞിട്ട് ഞാൻ പോകും. നേതാവാൻ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് അടിനാവിക്ക് പറഞ്ഞ് കുത്തങ്ങോട്ട് കൊടുക്കുന്നേ ഇങ്ങോട്ട്. എന്താടാ പറഞ്ഞേ? അല്ല, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടിമാലി വരെ പോകണം. അത് പറഞ്ഞു. നീ അടിമാലിയിലോ മേളുമാലിയിലോ പോകും. എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ കെട്ടികളെ പെടുത്തൊന്നുമില്ല. നീ തുണിയെടുത്ത് നീ പോകണ്ട. നീ പോകണ്ട. ഞാൻ മര്യാദ പുറത്ത് ഞാൻ പറഞ്ഞു. നീ പോകുന്നില്ല. നീ സാക്ഷി. എന്താ നീ ജയിപ്പിച്ചങ്ങ് നേതാവാക്കണ. ജയിപ്പിച്ചങ്ങ്
നേതാവാക്കി വിടും. ഞാൻ 2 കള്ളവോട്ടോടെ വെച്ചേരാ. ആണോ? അപ്പൊ അണ്ണന്റെ മനസ്സ് മാറി അണ്ണൻ സമ്മതിച്ച് ചേച്ചി സ്ഥാനാർത്ഥിയാവാനല്ലേ? മാറിയതല്ല, പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് ഇങ്ങോട്ട് വരത്തില്ലല്ലോ. അത്രയും നാൾ സമാധാനമായിട്ട് എനിക്ക് കഴിയാമല്ലോ ഇവിടെ. ആ ചേച്ചി അപ്പൊ അണ്ണൻ ഓക്കെ സ്ഥാനാർത്ഥി ഓക്കെ. ഒരു മിനിറ്റ്. ഹലോ, വന്നോ? അയ്യോ അതെ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയ, വേണ്ടായിരുന്നു സംഭവം. തിരിച്ചുകൊണ്ടുപോകും. ഇറക്കിയോ? അയ്യോ തെറി വിളിക്കല്ലേ, ഞാൻ എങ്ങനെയും ഒപ്പിച്ചു തരാം. ആ ചെറിയൊരു ആന്റി ക്ലൈമാക്സ്. ഞാൻ ആദ്യമേ അണ്ണൻ ചത്തെന്ന് പറഞ്ഞ് ചിത ഓർഡർ ചെയ്തായിരുന്നു. അമ്മ താഴെ സാധനം എല്ലാം കൊണ്ട് ഇറക്കി വെച്ചേക്കുക. പൈസ കൊടുത്തില്ല. അമ്മ എന്നെ ശരിയാക്കും. ഒരു 10,000 രൂപ തരാമോ? ഞാൻ 10,000 രൂപ മുടക്കാം. അവരെ വിളിച്ചു വരുത്ത്. അവരെന്താ ഇങ്ങോട്ട് വിളിക്കുന്നത്? അണ്ണൻ മരിച്ചില്ലല്ലോ. എനിക്ക് വേണ്ടിയല്ല, പിന്നെ നിന്നെ കത്തിക്കാൻ. അയ്യോ തുണി അലക്കടി. എന്നെ നേതാവാക്കാൻ വിട്ടില്ലല്ലോ. നീ നാട്ടുകാരുടെ നേതാവാവേണ്ടികളല്ല, നീ ഈ വീട്ടിലെ നേതാവണം. നീ എന്നെ തന്നെ ഭരിക്കണം. അതെയോ? ഭരിക്കാത്ത